പത്തരമാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി നയനയും കൂടെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്മയമ്മയും മരുമകളും ഒന്നിച്ച് വരുന്നത് കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ് കനക. അങ്ങനെ അവർ വന്നതിന് ശേഷം വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്ദുവിൻ്റെ കാര്യമാണ് അവർ സംസാരിക്കുന്നത്. എന്നിട്ട് അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, അടുപ്പമുണ്ടോ എന്നുള്ളത് സംശയമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പേടിക്കേണ്ട കാര്യം തന്നെയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ പിന്നീട് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ മുറിയിൽ പോയതിന് ശേഷം നന്ദുവിനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവർ പോകുന്നത് കണ്ടിട്ട് കനക പറയുന്നുണ്ട്, അമ്മായിയമ്മയും മരുമകളും എങ്ങനെ കീരുമാമ്പും പോലെ ഇരുന്നതാണ്, ഇപ്പോൾ അവരുടെ സ്നേഹം കണ്ടില്ലേ, ഒരുപാട് സന്തോഷമായി, ആ കാഴ്ച കാണാൻ തന്നെ വളരെയധികം സന്തോഷമാണ് ഗോവിന്ദേട്ട എന്നൊക്കെ പറയുകയാണ് കനക. അങ്ങനെ ദേവയാനി നയനയും കൂടെ നന്ദുവിനോട് അനിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് അനുസരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആദർശേട്ടനും അമ്മയും ഒക്കെ എന്നെ ഉപദേശിപ്പിക്കുമായിരുന്നു, നിന്നെ പറഞ്ഞ് റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ എൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയുകയാണ് നയന. അങ്ങനെ ദേവയാനി നന്ദുവിനെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അനിയും നീയും തമ്മിലുള്ള ബന്ധം അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ അത് നടത്തിയാൽ മതിയായിരുന്നു, എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവരുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞ സ്ഥിതിക്ക് അവർ ഒരുമിച്ച് ജീവിക്കണം, അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഞാനുൾപ്പെടെ ആഗ്രഹിക്കുന്നത്. അതിന് മോള് ഒരു തടസ്സമാവരുത് മോളെ, മോൾക്ക് നല്ല ബന്ധം എന്തായാലും കിട്ടും, അനിയേക്കാളും നല്ല ബന്ധം കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ദേവയാനി ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് നന്ദുവിന് സങ്കടവും വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ദേവയാനി നന്ദുവിൻ്റെ കൈകൾ പിടിച്ചിട്ട്, ഞങ്ങളിതൊക്കെ ചോദിച്ചതിനും പറഞ്ഞതിനും മോൾക്ക് സങ്കടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമൊന്നും ആയിട്ടില്ല, എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ആൻറ്റി പറഞ്ഞത്, ഇനിയൊരു പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്, എനിക്കൊരു സങ്കടവുമില്ല എന്നൊക്കെ പറയുകയാണ് നന്ദു. അങ്ങനെ പിന്നീട് നന്ദു പുറത്തോട്ട് പോവുകയാണ്. ആ സമയത്ത് നവ്യ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിനെ കണ്ടപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മായിയമ്മയും മരുമകളും കാണാൻ എന്ത് ഭംഗിയാണല്ലേ, അവർ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നവ്യ. അപ്പോൾ ഇത് കേട്ടിട്ട്, അത് ശരിയാണ് ചേച്ചി പറഞ്ഞത്, ഈ ഒരു കാഴ്ച കാണാനാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിച്ചത്, ഇപ്പോൾ അവരൊന്നായി കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനവും സന്തോഷവുമായി ചേച്ചി എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇനി എൻ്റെ അമ്മായിയമ്മ എന്നാണാവോ ഒന്ന് എന്നെ സ്നേഹിക്കുക, അതും കൂടെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷമായിരുന്നു, പിന്നെ നമ്മുടെ ജീവിതം സ്വർഗമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതെനിക്കൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല, ഇനി ചേച്ചിയുടെ സ്ഥാനത്ത് ചേച്ചിയാണ് അമ്മായിയമ്മയ്ക്ക് കരട് കൊടുത്തത് എങ്കിൽ ഇനി ഹൃദയം തന്നെ പറിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അമ്മ നിങ്ങളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് നന്ദുവിനെ ആദർശ് കോൾ ചെയ്യുന്നത്. എന്നിട്ട് പോകാനുള്ള ഡേറ്റൊക്കെ അടുത്തതല്ലേ മോളെ, മോൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദു പറയുന്നുണ്ട്, ഇനി ഒരു ആവശ്യവുമില്ല, എല്ലാം ചേച്ചി വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എല്ലാ ചേച്ചി അങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്നാണ് കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നോ ആദർശേട്ട എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അതെ, നിനക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്, അങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്, നിനക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണല്ലോ വാങ്ങിക്കാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ എന്നാൽ വലുതായിരിക്കും ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. പിന്നീട് വിഷുവിൻ്റെ കാര്യങ്ങൾ, വിഷുവിന് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമല്ല, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദു നവ്യയോട് പറയുന്നുണ്ട്, ആദർശേട്ടനോട് നയനേച്ചി ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ആൾക്കൊരു ചെറിയ സംശയമുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നവ്യ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നത് മോശമായി പോയി, പറയേണ്ടതായിരുന്നു, അവർ അങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ആദർശേട്ടന് വലിയ സ്നേഹമാണ് അവളോട്, അപ്പോൾ എല്ലാ കാര്യം തുറന്ന് പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കനകയും നവ്യയും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മ വരുന്നതിന് അവർക്ക് വിരുന്ന് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കനക. ആ ഒരു സമയത്ത് അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി കിച്ചണിലോട്ട് വരികയാണ്. എന്നിട്ട് ഇവിടെ തകൃതിയായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതി, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ആദർശേട്ടൻ്റെ അമ്മ അവിടെ ഇരുന്നോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിരുന്നുകാരായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കേണ്ട, ഞാനും കൂടെ സഹായിക്കാം, എന്നെ വിരുന്നുകാരാക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി.
എന്നിട്ട് എന്നെ വിരുന്നുകാരായിട്ട് മാറ്റി നിർത്തുമൊന്നും വേണ്ട, നിങ്ങൾക്കൊപ്പമുള്ള ഒരാളായാൽ മതി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, എന്നാൽ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറയുകയാണ് കനക. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി കനക ആ ഒരു പാചകം ചെയ്യുകയാണ്. അവരെ ഇടയ്ക്ക് നല്ല സൗഹൃദപരമായിട്ട് സംസാരിക്കുന്നുമുണ്ട്. ആ ഒരു സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്ന സമയത്ത് ദേവയാനിയുടെ കാറ് കണ്ടിട്ട് സംശയമൊക്കെ തോന്നുകയാണ്. അങ്ങനെ പിന്നീട് ഈ കാഴ്ച, ആദർശ് വരുന്ന കാഴ്ച നന്ദു കാണുന്നുണ്ട്. അങ്ങനെ നന്ദു ഓടിച്ചെന്ന് കനകയോടും നയനയോടും ദേവയാനിയോടൊക്കെ പറയുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ദേവയാനി ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആദർശ് അകത്തോട്ട് വരുന്ന സമയത്ത് നയനയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ അമ്മയുടെ കാറിലാണോ വന്നത്? അമ്മയുടെ കാറ് മുറ്റത്ത് കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശിൻ്റെ കയ്യിൽ കുറച്ച് കവറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അതിന് മറുപടി കൊടുക്കാതെ, ആദർശേട്ടൻ്റെ കയ്യിൽ എന്താ കുറച്ച് കവറുകളൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അമ്മയുടെ കാറിൽ വന്നതാണോ എന്ന് ചോദിച്ചത് ആദർശം മറക്കുകയാണ്. എന്നിട്ട് നയനയോട് കുറച്ച് വിഷുവൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് എല്ലാവർക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചതാണ് എന്നൊക്കെ മറുപടി പറയുകയാണ് ആദർശ്. എന്നിട്ട് ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ, ആദർശേട്ടനെ വിളിച്ച് പറയാമായിരുന്നല്ലോ, എന്നാൽ ആദർശേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ എന്തായാലും വന്ന് കയറിയ സമയത്ത് തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ടല്ലോ, അതന്നെ ധാരാളം, അത് തന്നെ മതി എന്നൊക്കെ പറയുകയാണ് ആദർശ്. അങ്ങനെ കനക നയനയോട് പറയുന്നുണ്ട്, എന്തായാലും നീ ഇതൊക്കെ അകത്തോട്ട് കൊണ്ടുവച്ചിട്ട് ആദർശ് മോന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്ക്, വേണ്ടതൊക്കെ ആദർശ് മോനെ എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അത് വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കണ്ട, വിഷുവൊക്കെ അല്ലേ വരുന്നത്, പിന്നെ നന്ദു ഇവിടെ നിന്ന് പോവുകയല്ലേ, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയന പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാം, ഏതായാലും ഞാനിതൊക്കെ അകത്തോട്ട് വെച്ച് വരാം, ആദർശേട്ടൻ കൈ കഴുകിയിട്ട് വാ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ആദർശ്, ഞാനിവിടെ വന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഉള്ളിൽ ഭയമുണ്ടായിരുന്നല്ലോ, എന്തോ ഒളിക്കുന്നത് പോലെ ആകെ പരിഭ്രമിച്ചാണല്ലോ എല്ലാവരും നിൽക്കുന്നത്, എന്തൊക്കെയോ ഉള്ളിൽ ഒളിക്കുന്നുണ്ട്, എല്ലാവരുടെയും മുഖത്ത് ഒരു ഭയമുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആദർശിന് വല്ലാത്തൊരു സംശയം തോന്നുകയാണ്. അങ്ങനെ പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് കനക ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനിപ്പോൾ വരാം, നിങ്ങൾ കഴിക്കാൻ തുടങ്ങുക എന്നൊക്കെ പറയുകയാണ് കനക. അപ്പോൾ അമ്മ എവിടേക്കാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ വരാം മോനെ എന്ന് പറഞ്ഞ് കനക പതുക്കെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. എന്നിട്ട് ദേവയാനിയുടെ അടുത്തോട്ട് വരികയാണ്. ആ സമയത്ത് ആദർശിൻ്റെയും നയനയുടെയും മുറിയിലായിരുന്നു ദേവയാനി ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ മുറിയിലാണോ ഇരുന്നത്, ഇത് ആദർശ് മോൻ വന്നു കഴിഞ്ഞാൽ പെരുമാറുന്ന റൂമാണ്, അവൻ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് മനസ്സിലായി, ഈ റൂം കണ്ടപ്പോൾ അവൻ്റേതാണെന്നുള്ളത് മനസ്സിലായി, കാരണം അവൻ്റെ ഷർട്ടും മുണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, അത് പിന്നെ ആദർശ് മോൻ എടുത്ത് തന്ന വീടല്ലേ, അപ്പോൾ ഏറ്റവും നല്ല മുറി തന്നെയാണ് മോന് കൊടുത്തത് എന്നൊക്കെ കനക സന്തോഷത്തോടു കൂടി പറയുകയാണ്. അങ്ങനെ പിന്നീട് ദേവയാനി, ആദർശ് പോയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇല്ല ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എന്നൊക്കെ കനക പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവനൊരു സംശയമില്ലാത്ത രീതിയിൽ നിങ്ങൾ പറഞ്ഞയക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മോളെ വിളിക്കാറുണ്ടായിരുന്നു, എന്താ പറ്റിയതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കനക. അപ്പോൾ അവർ തമ്മിൽ വളരെയധികം സ്നേഹത്തിലല്ലേ, അപ്പോൾ അവളെ കാണാതിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അവൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് വന്നതാകും എന്നൊക്കെ പറയുകയാണ് ദേവയാനി.